അടുത്ത സെക്ഷൻ ട്രയാങ്കിൾ സെൻറ്റേഴ്സ്. ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ റെഡ് ലൈൻ കണ്ടോ, ഇതൊരു പെർപെൻഡിക്കുലർ ലൈനാണ്. ഈ ലൈനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയും. ട്രയാങ്കിളിൻ്റെ ഉയരം, ഇതാണ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. ഇവിടെ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിനും പാരലലായിട്ട് നമ്മൾ വേറെ ലൈൻസ് വരച്ചേക്കുക. ഈ സൈഡിന് പാരലലായിട്ടാണ് ഈ ലൈൻ, അതുപോലെ ഈ സൈഡിന് പാരലായിട്ട് ഈ ലൈൻ, ഈ സൈഡിന് പാരലായിട്ട് ഈ ലൈൻ. ആ 3 ലൈൻസോട് ചേർത്ത് നമുക്ക് വലിയൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളുടെ ഹൈറ്റ്, ഈ റെഡ് ലൈൻ എന്തുവാ, ചെറിയ ട്രയാങ്കിളുടെ ഹൈറ്റാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഈ ഹൈറ്റ് എന്താണ്, ഈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വെർട്ടെക്സിൽ നിന്ന് എന്ത് ചെയ്യാം, ഹൈറ്റ് വരയ്ക്കാം അല്ലേ. 3 ഹൈറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്, 3 ഓൾട്ടിറ്റ്യൂഡ്സ് വരച്ചിട്ടുണ്ട്. ഈ 3 ഓൾട്ടിറ്റ്യൂഡ്സ് എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്തോ സെൻറ്റർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ 3 ഹൈറ്റൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ ഓർത്തോ സെൻറ്റർ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയും. അതെ, ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദി ഓൾട്ടിറ്റ്യൂഡ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് ഓർത്തോ സെൻറ്റർ. ഈ വരച്ചേക്കുന്ന 2 ഗ്രീൻ ലൈൻസ് കണ്ടോ, ഇതെന്ന് പറഞ്ഞ് ഈ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന് മിഡ് പോയിന്റിലോട്ട് വരച്ചേക്കുന്ന ലൈൻസാണ്. ഇതിനെ നമ്മൾ മീഡിയൻ എന്നാണ് പറഞ്ഞത്. ഈ ഒരു ലൈനെ എന്ത് പറയും, മീഡിയൻ എന്ന് പറയും. ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് ട്രയാങ്കിളിൻ്റെ മീഡിയൻ. നമുക്ക് എത്ര മീഡിയൻസ് വരയ്ക്കാം, 3 വെർട്ടെക്സ് ഇല്ലേ, അതിന് 3 മീഡിയൻസ് വരയ്ക്കാം. ഈ 3 മീഡിയൻസും നമ്മൾ നേരത്തെ ഓർത്തോ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരേ പോയിന്റിൽ തന്നെ മീറ്റ് ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇവിടെ ഇയും ഡിയും കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചത്, ആ റെഡ് ലൈൻ നോക്കി കഴിഞ്ഞാൽ ഇയും ഡിയും കണക്ട് ചെയ്ത് വരച്ച ലൈനാണ് റെഡ് ലൈൻ. ഇ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിൻറ്റും ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിൻറ്റുമാണ്. അങ്ങനെയാണ് ഇ ഡി എന്ന് പറയുന്ന ലൈൻ എന്തായിരിക്കും, എ ബിക്ക് പാരലലായിരിക്കും. അതുപോലെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് എ ബി ആയിരിക്കും. അതാണ് ഈ മോളി എഴുതിയേക്കുന്നത്. ഇനി എന്ത് ചെയ്തു, ഇവിടെ പിയും ക്യൂവും കണക്ട് ചെയ്ത് അടുത്ത ലൈൻ വരച്ചിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്നത് എന്താണ്, എ ജിയുടെ മിഡ് പോയിൻ്റാണ്. ക്യൂ എന്ന് പറയുന്നത് ബി ജിയുടെ മിഡ് പോയിൻ്റാണ്. അങ്ങനെ അത് രണ്ടുകൂടെ കണക്ട് ചെയ്ത ലൈൻ വരച്ച് നമ്മൾ എന്ത് ചെയ്യും, എ ജി ബി എന്നൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പി ക്യൂ എന്ന് പറയുന്ന ആർക്ക് പാരലല്ല, എ ബിക്ക് പാരലല്ല. അതുപോലെ പി ക്യൂവിൻ്റെ ലെങ്ത് എന്താണ്, ഹാഫ് എ ബി ആണ്. അങ്ങനെയാണ് നമുക്ക് പി ക്യൂവും ഇ ഡിയും ഈക്വലായിട്ട് കിട്ടത്തില്ലേ. പി ക്യൂവും ഇ ഡിയും പാരലലുമാണ്, ഈക്വലുമാണ്. ഇവിടെ പി ക്യൂവും ഇ ഡിയും എന്താണ്, ഈക്വലുമാണ്, പാരലലുമാണ്. അങ്ങനെയാണ് നമ്മൾ പി ക്യൂ ഡി ഇ എന്നൊരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പി ക്യൂ ഡി ഇ എന്തായിരിക്കും, ഒരു പാരലലോഗ്രാം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണെങ്കിൽ ആ ഒരു ക്വാഡ്രിലാറ്ററലിന് നമ്മൾ എന്ത് പറയും, പാരലലോഗ്രാം എന്ന് പറയത്തില്ലേ. അന്നേരം പി ക്യൂ ഡി ഇ എന്താണ്, ഇവിടെ ഒരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യും, ബൈസെക്റ്റ് ചെയ്യും. ഇവിടെ പി ക്യൂ ഡി ഇ ഒരു പാരലലോഗ്രാം ആയതുകൊണ്ട് അതിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യും, ബൈസെക്റ്റ് ചെയ്യും. അങ്ങനെയാണ് പി ജിയും ജി ഡിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ജി ക്യൂവും ജി ഇയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അവിടെ പി ജി ഈക്വൽ ടു ജി ഡി എന്നും ക്യൂ ജി ഈക്വൽ ടു ജി എന്ന് കിട്ടുക. കാരണം പി ക്യൂ ഡി എന്നുള്ളതൊരു പാരലലോഗ്രാമാക്കി വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, അത് ഈക്വലാണ്. ഇവിടെ പി ജിയും ജി ഡിയും ഈക്വലാണ്. അതുപോലെ ക്യൂ ജിയും ജി ഇയും ഈക്വലാണ്. ഇനി പി എ ജിയുടെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് എ പിയും പി ജിയും ഈക്വൽ ആവും. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ബി ജിയുടെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ബി ക്യൂവും ക്യൂ ജിയും ഈക്വൽ ആവും. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ഈക്വലാന്ന് കിട്ടിയേ, എ പിയും പി ജിയും ഈക്വലാണ്, പി ജിയും ജി ഡിയും ഈക്വലാണ്. അതുപോലെ ബി ക്യൂവും ക്യൂ ജിയും ഈക്വലാണ്, ക്യൂ ജിയും ജി ഇയും ഈക്വലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ 3 പാർട്ടും എന്താണ്,
അങ്ങനെ ഈ 3 പാർട്സും 1 2 പിന്നെ ഇവിടുത്തെ 3 ഈ 3 പാർട്സും എന്താണ് ഈക്വലാണ്. അതുപോലെ ഇവിടെയും ഈ 3 പാർട്സും എന്താണ് ഈക്വലാണ്. അങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. ജി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എ ഡി എന്ന് പറയുന്ന ലൈനെ കട്ട് ചെയ്യുന്നത്. ജി എന്ന് പറയുന്ന പോയിന്റ് എ ഡി എന്ന് പറയുന്ന ലൈനെ കട്ട് ചെയ്യുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലല്ലേ. ഇത് 3 ഈക്വൽ അല്ലേ. അന്നേരം 2:1 എന്നുള്ള റേഷ്യോയിലാണ് ജി എന്ത് ചെയ്യുന്നത്, എ ഡിയെ കട്ട് ചെയ്യുന്നത്. എ ഡി എന്താണ്, ഈ ട്രയാങ്കിളിൻ്റെ മീഡിയനാണ്. ജി എന്ന് പറയുന്ന ഈ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അന്നേരം ഈ ജി എന്ന് പറയുന്ന പോയിന്റ് എ ഡിയെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്താണ്, 2:1 ആണ്. അതുപോലെ തന്നെ ബി ഇയെ ജി കട്ട് ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. അന്നേരം മീഡിയനെ ഈ ഒരു പോയിന്റ് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കട്ട് ചെയ്യുന്നത് എന്താണ്, 2:1 എന്നുള്ള റേഷ്യോയിലാണ്. ഇനി ഞാൻ ഇവിടെ എ എന്നും ബി എന്നും അല്ലേ ഇപ്പം മീഡിയൻസ് വരച്ചേക്കുന്നത്. ഇനി എയും ബിയും എടുക്കുക. അതിപ്പോൾ ഞാൻ എയും സിയും എടുത്തെന്ന് വെച്ചോ. അവിടെ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ 2 മീഡിയൻ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു കേസ് ഇതുപോലെ പ്രൂവ് ചെയ്യാക്കത്തില്ലേ. 2 മീഡിയൻസ് എടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും, ജി കൂടെ തന്നെ കടന്നു പോകുന്നു കിട്ടും. കാരണം ഏത് 3 മീഡിയൻസ് വരച്ചാലും ഈ 3 മീഡിയൻസ് എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ കൂടി, ഈ ജി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ജി ആയിരിക്കും അവരുടെ മീറ്റിംഗ് പോയിന്റ്. അതുപോലെ ഈ 3 മീഡിയൻസിനെയും ജി കട്ട് ചെയ്യുന്ന ഏത് റേഷ്യോയിലായിരിക്കും, 2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. In any triangle, all 3 medians intersect at a single point. In any triangle, all 3 medians intersect at a single point. ഒരു ട്രയാങ്കിൾ എടുത്താൽ അതിൻ്റെ 3 മീഡിയൻസ് എന്ത് ചെയ്യും, ഒരു പോയിന്റിലായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ദി ഡിസ്റ്റൻസ് ഓഫ് ദിസ് പോയിന്റ് ഫ്രം ഈച്ച് വെർട്ടെക്സ് ഈസ് ട്വൈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. നമ്മളിപ്പോൾ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ്, ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ മീഡിയനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്തുമായിരിക്കും, 2:1 എന്നുള്ള റേഷ്യോ ആയിരിക്കും. നമ്മൾ ആദ്യം പഠിച്ചത് ഓൾട്ടിറ്റ്യൂഡാണ് പഠിച്ചത് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. ഈ 3 വെർട്ടെക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹൈറ്റ് വരച്ചാൽ ഈ 3 ഹൈറ്റും എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. അതിനെ നമ്മൾ ആ ഒരു പോയിന്റിനെ ഓർത്തോ സെൻറ്റർ എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ, അതാണ് ട്രയാങ്കിളിൻ്റെ മീഡിയൻ. അതുപോലെ ട്രയാങ്കിളിന് എത്ര മീഡിയൻ കാണും, 3 മീഡിയൻസ് കാണും. ഈ 3 മീഡിയൻ എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഈ പോയിന്റ് ഈ മീഡിയനെ 2:1 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യാം. ഇത്രയും കാര്യമാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്.